പക്ഷേ ഗാലറി നിൽക്കണ നമുക്ക് പൊടി കാണാൻ പറ്റില്ല. ആ പൊടികളെല്ലാം ഈ യന്ത്രം ഒതുക്കും. പേപ്പറൊക്കെ വൈകുന്നേരം കമ്മിറ്റിക്കാരാണ് കൊണ്ടുവരിക. കാർപ്പറ്റ് ഉണ്ട് ഒക്കെ മടക്കി ചെയ്യണ്. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. നീണ്ട 23 വർഷക്കാലം തിരങ്ങാടിയിൽ നടന്ന അതേ കാലഘട്ടത്തിലുള്ള ഒരു പഞ്ചിങ്. തിരങ്ങാടിക്കാർക്ക് കേവലം ഇത് ഒരൊറ്റ ഉത്സവമല്ല, ഇതൊരു മാസം നീണ്ടിരിക്കുന്ന സംഭവമാണല്ലോ. ഡിസംബർ ജനുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പീക്ക് സീസണാണ്. ഈ കളി തുടങ്ങുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നായിട്ട് അതിൽ ലിങ്ക് പോകും. DYSP ബെന്നി സാർ, അതേപോലെ നമ്മളെ CI പിന്നെ ശ്രീനിവാസ സാർ, ഇവർ രണ്ടുപേരും കമ്മിറ്റിനെ പ്രത്യേകം വിളിച്ച് അഭിനന്ദനം അറിയിച്ചതാണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് ഗ്രൗണ്ടിന്റെ ഉള്ളിലാണ്. ഗ്രൗണ്ടിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ മെയിൻ വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ കമാന കാണാൻ പറ്റും. പിന്നെ ഈ ഗ്രൗണ്ടിനെ അപേക്ഷിച്ചിട്ട് ഫ്രണ്ട് ഏരിയ മാത്രം കുറച്ച് ഒഴിവുണ്ട്. അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കാണുന്ന ഒരു ഏരിയ ഇത്ര ഫ്രീയിൽ നിൽക്കുള്ളൂ. വൈകുന്നേരം കളി നടക്കുന്ന സമയത്ത് ഇവിടെ വന്നിക്കുകയാണെങ്കിൽ പൊടി എറിഞ്ഞാൽ അതുപോലെ നിലത്തേക്ക് പോകില്ല. അതിനാത്രം ജനങ്ങൾ തിങ്ങിപ്പാർത്തിൽ അവിടെ കളി കാണുന്നുണ്ട്, അതേപോലെ ഇവിടെയും കളി കാണുന്നുണ്ട്. അതിന് പോരാത്തതിന് ഇങ്ങോട്ടൊന്ന് കയറാൻ സ്ഥലമില്ലാത്ത സ്ഥിതിക്ക് ആൾക്കാർ അവിടെയും കാണുന്നുണ്ട്. അപ്പം കളി കാണാൻ വന്ന ആൾക്കാർക്ക് ഉള്ളിൽ കയറി കളി കാണാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ എന്തുണ്ട്, ഈ കാണുന്ന സൈഡുണ്ടല്ലോ, ഈ കാണുന്ന സൈഡിൽ ആ മൂലയിൽ ഒരു പ്രൊജക്ടർ, ഒരു വലിയ ഡിസ്പ്ലേ വെക്കുന്നുണ്ട്. അപ്പോൾ വൈകി വന്ന ആൾക്കാർക്ക് ആ ബിൽഡിംഗിൽ നിന്നും ഇവിടെയും അവിടെ നിന്നുകൊണ്ട് കളി കണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു പോകാൻ പറ്റും. പിന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഗ്രൗണ്ടിനെ വലയം വെച്ചിട്ട് 4 ഭാഗത്ത് കൂടി റോഡ് പോകുന്നുണ്ട്. ആ കാണുന്ന 3 ഭാഗം പോക്കറ്റ് റോഡാണ്. ഇത് ഹൈവേ കേട്ടോ. ആ നീല ബസ് ഇപ്പം എങ്ങോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അത് കക്കാടുക്കാണ്. റോഡ് നേരെ ഇങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ ചമ്മാടുക്കാണ്. അപ്പം പല ആൾക്കാരും പല ഏരിയയിൽ കൂടെ ആവും വരിക. എന്നാൽ പോലും ഗ്രൗണ്ടിന് ഒരുപാട് പലതരായി ഗേറ്റുകളും ഉണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്. വാലേക്കും മുസ്സലാം യാ മുദീർ ഇപ്പം എത്തിയിട്ടുള്ളൂ. വർത്തമാനത്തിൽ നമ്മൾ ഇത് കൊടുക്കും, റെസ്റ്റ് കൊടുക്കില്ല. ഇനി വാ, പിന്നെ ഒരു കാര്യം പറയാണ്ട്, കളി കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കമ്മിറ്റിക്കാർ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടർ 3 സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒന്ന് അപ്പുറത്ത്, ഒന്ന് ചന്തപ്പടി ഭാഗത്ത്, ഒന്ന് ഈ കാണുന്നതാണ്. പിന്നെ ഈ ഗ്രൗണ്ടിലുള്ള ടിക്കറ്റ് കൗണ്ടർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, 8:30 മണിക്ക് അത് തുറക്കുള്ളൂ. അതിൻ്റെ മുമ്പ് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നടന്ന് പോയിക്കാണ്ട് അവിടെ പോയി എടുത്ത് പോരണം. ഇങ്ങോട്ട് വാ, എന്താ ലെവല്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഇവിടുത്തെ ഗാലറി തന്നെ ഒരു രക്ഷയില്ല. അവിടുത്തെ ഒരു കമാനം കഴിഞ്ഞ് കുറച്ചും പാടെ മുന്നോട്ട് വന്നിക്കുകയാണെങ്കിൽ ഒരു കമാനം പാടെ കാണാൻ പറ്റും. ആ കമാനത്തിൻ്റെ വലത് സൈഡിൽ നെയ്മറും ഇടത് സൈഡിൽ മെസ്സിയാണ് മാനേജ് ചെയ്യണത്. എന്താ അങ്ങനെ തന്നെ അല്ലേ? പിന്നെ കാണാൻ കൂടെ കളിച്ചുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. കമ്മിറ്റിക്കാർ അത്ര സ്ട്രിക്റ്റാണ്. ക്യാമറ ഉണ്ട് ഇവിടെ. വാ, സ്റ്റാർട്ടിങ് എന്നൊക്കെയാണ് മൊത്തം സ്ക്വയർ പൈപ്പ് കേട്ടോ. എന്താ ഗ്രൗണ്ട് ഇതാ. ഈ ചെറിയ വാതിൽ കൂടെ അങ്ങോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന വിഷ്വൽ എങ്ങനെ ഉണ്ട് നേക്കല്ലേ? ഇനി ഇവിടുന്ന് പറയേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഗാലറിൻ്റെ വെറൈറ്റിയാണ്. ഗാലറി ശരിക്കും ആ പണി നടക്കുന്ന സമയത്ത് വന്നിക്കുകയാണെങ്കിൽ ഒന്നും പാടെ ഉഷാർ കിട്ടിയിരുന്നു. പക്ഷെ അന്ന് വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഗാലറിൻ്റെ മൊത്തത്തിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലുക്ക് കാണണമെങ്കിൽ ഇവിടെ തന്നെ കാണണം. ഇതാ കേട്ടോക്കിയാ, ഒരേ ലെവൽ ഈ സൈഡത്തെ ഗാലറി കെട്ടിയത് എങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാ 1 മീറ്റർ കാല്, 2 മീറ്റർ കാല്, 4 മീറ്റർ കാല്, 6 മീറ്റർ കാല്, അങ്ങനെ നിരത്തിണ്ട് വെച്ചിരിക്കുകയാണ്. ഈ കുത്ത് കൊടുത്ത കാല് എന്ത് ചെയ്തിട്ടില്ല, നിലത്ത് താത്തിയില്ല. ഇതിൻ്റെ എൻ്റെ കാണുന്നൊക്കെയാണ് നിലത്ത് താത്തിയിട്ടില്ല. അതൊക്കെ ഇതേപോലെ 1:3, 2:2 പൈപ്പൊക്കെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിരത്തി അടിച്ചുകൊണ്ടാണ് ഈ ഗാലറിൻ്റെ സെറ്റപ്പ്. ഇനി നമ്മൾ കിടക്കാൻ വേണ്ടി പോകണം എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കാണ്. അയ്യോ ആൾക്കാർ അങ്ങനെ കണ്ടില്ലേ? അതേപോലെ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും ഒന്നും വിട്ടു പോകാൻ പാടില്ല. അതിനാണ് കൈ അറിഞ്ഞില്ലേ, ഫുള്ള് സെറ്റ്. ഇനി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കാണുന്ന സംഭവം കണ്ടോ, ഈ മെയിൻ കാല് എന്ന് പറഞ്ഞാൽ GP ആണോ GA ആണോ എനിക്ക് അറിയില്ല. എന്തായാലും 3x3 സ്ക്വയർ പൈപ്പാണ്. ആ സ്ക്വയർ പൈപ്പാണ് മൊത്തമായിട്ട് കുത്തു കൊടുത്തത്. നിങ്ങളുടെ സ്ട്രെയിറ്റ് കാണിക്ക്, ഒരു വാട്ടർ ലെവൽ, അതായത് നൂല് കെട്ടിക്കാണ്ട് തൂക്കൊണ്ട് വെച്ച പോലെ ഉണ്ട്. എന്താ പണി, എത്ര സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വളവില്ല. അപ്പം മെയിൻ കാലം അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട്. 3x3 സ്ക്വയർ പൈപ്പ്. പിന്നെ ഉണ്ടല്ലോ ഈ പോണ പൈപ്പ് ഉണ്ടോ, ഇവിടുന്ന് നേരെ അവിടെ വരെ പോണ പൈപ്പ്. ആ പൈപ്പ് എന്ന് പറഞ്ഞാൽ 2x4 പൈപ്പാണ്. ആ പൈപ്പിന്മേൽ ഈ ഗാലറി ഉണ്ടാക്കിയ ആൾക്കാർ ഒരു വെറൈറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന സാധനം. ഇതാ ഒരു 90 ഡിഗ്രിയിൽ ഒരു കോൺ ഇവിടെ എക്സ്ട്രാ ബെൽഡ് ചെയ്തിരിക്കണേ. അതേപോലെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകണേ. അത് എന്തിനാണെന്നറിയോ, അതിന്മേൽ ചവിട്ട് വെക്കാനാണ്. ആ ചവിട്ടിൻ്റെ സെറ്റപ്പ് എങ്ങനെ വെച്ചാൽ 1x3 പൈപ്പ് ഉണ്ട്. അത് 1x3 തന്നെ, ഒക്കെ മറന്നിട്ടോ. ഇവിടേക്കാ 1x3 ഒരു 2 മീറ്ററിൻ്റെ 4 പീസ് മേൽ ഈ മൂലയിൽ ആംഗ്ലർ അടിച്ചിക്കാണ്. ഇവിടെ വാ, ഇങ്ങ വാടാ. ഇതാ ഏകദേശം ഒരു 40 സെൻറ്റ് 50 സെൻറ്റിൻ്റെ ഒരു ആംഗ്ലർ പീസ് മേൽ, 1-2 ആംഗ്ലർ പീസ് മേൽ 1x3 4 പൈപ്പ് ഇതാ സെറ്റാക്കിയിട്ടൊക്കെയാ ഒരു ബെഞ്ച് പോലെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ പറയുക, ഈ ഗാലറിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൂസബിൾ ആണ്. ഊരിടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് വിറ്റ് ചെയ്യാൻ പറ്റും. ആ ലെവലാണ് ഇതിൻ്റെ പ്രോസസ്സ് മൊത്തം നടന്നിട്ടുള്ളത്. സ്ക്രൂ അങ്ങോട്ടേക്കാ കണ്ടോ, ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഇങ്ങോട്ട് ഊരിക്കുകയാണെങ്കിൽ ഇതൊരു പീസ് കിട്ടും. ഇതിൻ്റെ എൻഡ് ഇവിടെ ഉണ്ട്. അതേപോലെ ഒന്ന് കണക്ഷൻ വരുന്ന ഏരിയ ഇങ്ങോട്ടേക്കാ കണ്ടോ, ഇതൊരു കണക്ഷൻ വരുന്ന ഏരിയയാണ്. ഒരു സ്റ്റെപ്പില്ല, നേരൊക്കെയാ പക്കാണ്. അപ്പം ഗാലറിൻ്റെ മുകളിൽ കയറുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇതാ, ഒന്നാമത്തെ സ്റ്റെപ്പ് 1 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ ആ
പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ഇതാ ഇവിടെ ഒരു പൈപ്പ് അടിച്ചിട്ടുണ്ട്, അയിമ ചവിട്ടിക്കാണ്ട് ഇങ്ങോട്ട് കയറിയിരിക്കുക. ഇങ്ങനെ ഇരുന്ന് കളി കാണുമ്പോഴുള്ള ലാഭം എന്താരോ, പഴയ കാലത്ത് കവുങ്ങും മുളക് വെച്ചിരുന്നത്, ഈ കവുങ്ങും മുളയും ഇതേ രീതിയിൽ സെറ്റാക്കണമെങ്കിൽ 5-6 പീസ് ഇടണം. ആ 5-6 പീസ് നമുക്ക് ഒരിക്കലും ഒരേ ലെവലിൽ കിട്ടൂല. അപ്പോൾ ചന്തി വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എന്താ ലെവൽ ഇതാ അങ്ങോട്ട് നീങ്ങടാ പറഞ്ഞാൽ ഇങ്ങോട്ട് നീങ്ങാം, ഒരു പ്രശ്നമില്ല. ഇവിടെയൊക്കെ സ്കൂൾ കേട്ടോ, ഫുള്ള് സ്കൂളാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഏതെങ്കിലും ഗാലറി പണിക്കാർ കാണുന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായാലും വേണ്ടിയില്ല, ഇമ്മാതിരി സംഭവം കെട്ടിക്കോളി. 4 കൊല്ലം കൊണ്ട് കായ് മുതലാക്കാം. എന്തേ ഒരു ടൂർണമെൻറ്റിന് മാത്രം ഗാലറി കൊടുക്കുകയാണെങ്കിൽ, എല്ലായിടത്തും കൊടുക്കുകയാണെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് മുതലാവും. വാ ഓടിയാ. ഏകദേശം ഈ ക്രോസ് പൈപ്പ് എങ്ങനെ പോകണമെന്നറിയോ, ഈ ചവിട്ടുണ്ടല്ലോ ചവിട്ട്, ഈ ചവിട്ടിൻ്റെ നീളം എത്രയാണോ 2 മീറ്റർ ആണെങ്കിൽ ആ 2 മീറ്റർ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത് പോണത്, എല്ലാ ക്രോസ് പൈപ്പും പോണ്. ആ ക്രോസ് പൈപ്പൊക്കെ എന്ത് ചെയ്യേണ്ടതാ ഇവിടെയൊക്കെ സ്ക്രൂ ചെയ്യാനുള്ള സെറ്റപ്പ്. അതായത് വളരെ അധികം കണ്ണിങ് പ്ലാനിങ്ങോട് കൂടിയ ചെയ്ത ഒരു തലമുള്ള വർക്കാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. പിന്നെ സ്ക്വയർ പൈപ്പിനാണ് ഇവിടെ കാണുന്നത്. ഇതും ഇരുമ്പിൻ്റെ സ്ക്വയർ പൈപ്പ്, റൗണ്ട് പൈപ്പാണ്. ജനങ്ങളെ അതിശക്തമായ പ്രവാഹം കാരണം കമ്മിറ്റിക്കാരെന്താക്കിയെന്നറിയോ, എക്സ്ട്രാ ഇവിടെ സീറ്റ് വെച്ചിക്കണ്, അത് ഗ്രൗണ്ടിനുള്ളിൽ കയറി കാണാം. കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എത്ര വൈകിയാലും പ്രവാസികൾ എന്താ പറഞ്ഞാരോ, മച്ചാനെ ഒരു നൂലിക്ക് ഒരു സ്റ്റെപ്പ് പോലും വിടരുതെന്ന് പറഞ്ഞ്, അത് വിട്ട് കഴിഞ്ഞാൽ ഓലെ നമ്മളിന്ന് പോകുമല്ലോ. പിന്നെ എന്താ നേരം വൈകിയാലും എന്താ, നമ്മളെ ചാനലല്ലേ കേട്ടോ. അയ്യാ ഇത് ഈ ഗാലറിയൊക്കെ പണി ചെയ്ത ടീം എന്ന് പറഞ്ഞാൽ കാടാമ്പുള്ള ടീമാട്ടോ. ഓലെ കമ്പനീൻ്റെ പേരാണ് AKM കേട്ടോ. അയ്യാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇവിടെ ചക്കരം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന സ്റ്റാർട്ടിങ്ങിൽ കസാലമേൽ മാത്രം പോലീസിന് എഴുതിയുണ്ട്, അത് പോലീസുകാർക്കുള്ള അവിടെ വാ. തിരങ്ങാടി സ്റ്റേഷനിൽ SI ഒക്കെ ഇവിടെ ഉണ്ടോന്നിന് കണ്ടില്ലേ. ഈ കസാര ഓൽക്കലാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം സുന്ദരമായ കമ്മിറ്റിയാണ്. കണ്ടിക്കുകയാണെങ്കിൽ എന്ത് നേക്കുള്ള ആൾക്കാർ എന്ന് പറയും. ഈ ഗ്രൗണ്ടിൻ്റെ കളി സമയത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മളെ മെയിൻ വഴി കണ്ടോ, ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ ത്രോലൈൻ്റെ അവിടെ നിന്ന് കിട്ടി ഈ മൂല വരെ എത്ര ഉണ്ടെന്ന് അറിയോ, ഒരു 5 മീറ്ററിന് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം ഹൈറ്റിൽ ഗാലറി ഉണ്ടായിട്ട് പോലും ആ ഗാലറിൻ്റെ ഇടയിൽ ഇതാ ഒരു 1.5 മീറ്ററിന് നടക്കാനുള്ള പാസേജ് ഉണ്ട്. ഈ പാസേജിലൊക്കെ നിറച്ച് ജനങ്ങളെന്ന് മാത്രമല്ല, അതിൻ്റെ ശേഷം ഇവിടെയും ഇരിക്കാൻ ആളുണ്ടായ സ്ഥിതിക്ക് നമ്മളെ സൂപ്പറായ കമ്മിറ്റിക്കാർ എന്ത് ചെയ്യേണ്ടെന്നറിയോ, ഇവിടൊക്കെ പേപ്പർ കാർപ്പറ്റൊക്കെ വിരിച്ചുകാണ്ട് ജനങ്ങൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് കണ്ടമാനം ആൾക്കാരുണ്ടായ സ്ഥിതിക്കാണ് അവിടെ ഡിസ്പ്ലേ വെക്കാന്നുള്ള ഒരു പ്ലാനിങ് ആയിട്ടുള്ളത്. വേറെ ഗ്രൗണ്ടിൽ കളിയാണ് പോകുമ്പോൾ ആൾക്കാരിരിക്കും, ഇതൊക്കെ എന്താണ് സംഭവം, കളിക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ലേ, കളിക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇതല്ല. ഇതൊക്കെ ജനങ്ങൾക്ക് തന്നെ 60 ഉറുപ്പ്യൻ്റെ ടിക്കറ്റ് നിങ്ങൾ എടുത്തുകയാണെങ്കിൽ അതിനുള്ള മുതലൊരു തരുന്നുണ്ട്. ഇവിടേക്ക് കാർപ്പറ്റ് മടക്കി വെച്ചിരിക്കുക, ഫുള്ള് കാർപ്പറ്റ് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആയിക്കൂടൊക്കെ വഴികളുണ്ട് എന്നുള്ളത്, ഇതൊരു വഴിയാണ്. എക്സിറ്റ് ഉണ്ടോ, അതായത് കളി കഴിയുമ്പം കളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പം ഓപ്പണിങ് അവിടെ ഇവിടെ കണ്ടിട്ടോ, ഇതൊരു വഴിയുണ്ട്, ഇത് കൂടെ ആൾക്കാർ കയറും. ഇവിടെയാണ് കളിക്കാർ ഇരിക്കുക. ഇത് കളിക്കാരിക്കാനുള്ള സംഭവം. ഇവിടെ ഒരു ടോപ്പിലൊരു മരം ഉണ്ടായിരുന്നു, റൂഫ് ഉണ്ടായിരുന്നു. അത് ബാക്കിൽ വരുന്ന കാണികൾക്ക് ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് ഒഴിവാക്കിയതാണ്. അതേപോലെ അപ്പുറത്തൊന്ന് കാണാൻ പറ്റും. ഇതെന്താ സംഭവം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇവിടെ കളി കാണാൻ വരുന്ന ആൾക്കാർക്ക് 6-ാം ആൾ ഒരു ഡെയിലി 1000 രൂപ സാധനം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിനുള്ള വകുപ്പാണ്. ഫുട്ബോളിനെ പ്രേമിക്കുന്ന എല്ലാ ആൾക്കാരും മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മരിച്ചു പോണതിന് മുമ്പ് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലൈവായിട്ട് എവിടെ പോയി കാണുക എന്നുള്ളത്. മാഞ്ചസ്റ്ററിലോ സൗത്താംപ്ടണിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കാസർഗോഡ് നിന്നായിട്ടാലും വണ്ടി വിളിച്ച് ഇങ്ങോട്ട് പോരി. അമ്മാരി ലെവൽ ഗാലറി, അമ്മാരി ലെവൽ കളിയും ടോപ്പ് കമ്മിറ്റിക്കാരാണ്. ഇപ്പം നോക്കിയാൽ ഇപ്പം സമയം എത്രയെന്ന് അറിയാം, സമയം കറക്റ്റ് 2 മണിയായിട്ടുള്ളൂ. ഗ്രൗണ്ടിൽ നോക്കിയാൽ 6 പൂത്തിരി ഇറങ്ങിക്കൊണ്ട് 6 പൂത്തിരി. ഈ അഖിലേന്ത്യ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തന്നെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താ പറയുക, പൊടി പാറ്റിയ ഫുട്ബോൾ കളി എന്നാണ് അഖിലേന്ത്യൻ്റെ അർത്ഥം. എന്തേ പക്ഷേ ഇവിടെ കളിക്കാരിങ്ങനെ വന്ന് കളിക്കും, ടോപ്പ് ട്രിബിളിങ്ങും സ്കില്ലൊക്കെ ഉണ്ടാവും, ലോങ് റേഞ്ചർ ഷോട്ടും ഉണ്ടാവും. പക്ഷേ ഗാലറി നിൽക്കണമെങ്കിൽ നമുക്ക് പൊടി കാണാൻ പറ്റില്ല. ആ പൊടികളെല്ലാം ഈ യന്ത്രം ഒതുക്കും. ഈ യന്ത്രം എങ്ങനെ സെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടാണെങ്കിൽ, ഈ പോസ്റ്റിൻ്റെ ഫ്രീ സോണിൽ ഇതാ ഇവിടെ ഒന്നും അവിടെ 2 സെൻട്രൽ ഏരിയയിൽ 2 അപ്പുറത്ത് 2 കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കറക്കിക്കൊണ്ട് ഇപ്പം സമയം എത്ര എന്താ 2 മണിയിട്ടുള്ളൂ. ഈ 2 മണിക്ക് കറക്കുന്നുണ്ട്. പോരാത്ത നമ്മൾ കോൺക്രീറ്റ് നനയ്ക്കണ മാതിരി 4 മണിക്ക് കറക്കുമല്ലോ, പിന്നെ 8 മണിക്ക് കറക്കും, 10 മണിക്ക് കറക്കും. അതായത് കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞറിയോ, കളിനോട് അത്രത്തോളം സ്നേഹം കൊടുത്തിക്കാണ് പോലെ. ഈ ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ എന്താണ് കാണിക്കാനുള്ളതെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഈ ഗ്രൗണ്ടിൻ്റെ വെറൈറ്റി എന്ന് മാത്രമല്ല ഗോളികളുടെ പേടി സ്വപ്നം ഈ കാണുന്ന ഗോളി പോസ്റ്റാണ്. ഇതേപോലത്തെ ഒന്ന് അവിടെ ഉണ്ട്, 2 ഒരേ തൂക്കാണ്, ഒരേ ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് ബാർ ഏകദേശം 6 മീറ്റർ ലെങ്ത്ത്, 2.5 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കാനുള്ള കാര്യം എന്താ പറയുക, ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ വന്ന് കളിച്ച ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊരു ഗോളിങ്ങനെ ഓർമ്മിക്കുകയാണ് ഇത് കാണുമ്പോൾ. അന്ന് ആ ലോങ് ഇടത് സൈഡിൽ നിന്ന് ലോങ് റേഞ്ചർ ഞാൻ കൈയിട്ട് നീട്ടിയിട്ടും ആ ബാർമ തട്ടിപ്പോയ പോസ്റ്റാണല്ലോ ഈ കാണുന്നത്. അതൊക്കെ ഓർമ്മ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഓരോ സെറ്റപ്പ് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറേ പ്ലേയേഴ്സ് അടിച്ചപ്പോൾ ഇത് കൂടെ കയറി ഉണ്ടാവും, ഇവിടെ തട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടാവും, ഇവിടെ ഇരുന്നീനെ കുട്ടികളെ തലക്കടിയിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പുറം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുണ്ടല്ലോ
ഈ ഗ്രൗണ്ടിനെ കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഈ കാണുന്ന സൈഡിൽ 3 ഫ്ലഡ് ലൈറ്റിൻ്റെ സെറ്റപ്പ് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ 3 കാണാൻ പറ്റും. ആ ലൈറ്റിൻ്റെ മതി വേറെ ലെവലാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരു LED ഡിസ്പ്ലേ കാണാൻ പറ്റും. സ്കോർ ബോർഡ് കയ്യിലാണ് എഴുതുന്നത്. മഞ്ഞക്കാട് ചുവപ്പ് കാർഡ് ആർക്ക് കിട്ടിയേ ഇങ്ങനത്തെ ഒരു LED ഡിസ്പ്ലേ എൻ്റെ അഭിപ്രായത്തിൽ ISL ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ISL മറ്റേ ക്രിക്കറ്റിലൊക്കെ കാണാൻ പറ്റും. എന്തായാലും സംഭവം നേക്കാൻ നമ്മളിപ്പോൾ അവിടുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു വന്നു. ഇതാ ഗ്രൗണ്ടിൽ കറങ്ങണ പൈപ്പ് കണ്ടു. അതേപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് ഗാലറിൻ്റെ ഈ ഇരിക്കണതിൻ്റെ ഏരിയയിൽ മൊത്തമായിട്ട് ഇവിടെ എന്ത് കാണാൻ പറ്റും. പേപ്പറൊക്കെ വൈകുന്നേരം കമ്മിറ്റിക്കാരാണ് കൊണ്ടുവരിക. കാർപ്പറ്റ് ഉണ്ട് ഒക്കെ മടക്കി വെച്ചാണ്. ഗാലറി പറഞ്ഞാൽ വൈകുന്നേരം കാണേണ്ട സംഭവം കേട്ടോ. ജനപ്രവാഹം. മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റ് വേറെ ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുക തന്നെ വേണ്ടി വരും. കളി ബിസിനസ് എന്നല്ല, ഒരു താല്പര്യത്തിനോടനുസരിച്ചുള്ള മുന്നോട്ട് പോകാൻ പോലെ എപ്പോഴും മൊബൈലിനോടാണ് ക്രൈസ്. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ മാനേജ് ചെയ്യാൻ ആ സ്ഥലത്ത് ആളുണ്ടാവില്ല. മാനേജ് ചെയ്യുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് പ്ലേയേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി കൂട്ടി യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ആൾക്കാർ നമ്മൾ കണ്ടെത്തണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മാർഗം. താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കണ്ടെത്തിക്കാണ്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ്. കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മൾ കണ്ടെത്തണം. അതായത് ഇപ്പോൾ തിരുവങ്ങാടി ആണെങ്കിൽ തിരുവങ്ങാടിയിലൊരു അതിനുള്ള നമ്മൾ ഇൻഷാല്ലാ നമ്മളെ ക്ലബ്ബ് അത് ഉഷാറാക്കി കൊണ്ടുപോകുന്നതാണ് നമ്മുടെ മാനേജർ, പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ പറയുന്നത്. TSA എന്ന് പറഞ്ഞ തിരുവങ്ങാടി സ്പോർട്സ് അക്കാഡമി ഈ സെവൻസ് ഫുട്ബോൾ അഖിലേന്ത്യ നടത്തുന്ന ആ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് പ്രിയപ്പെട്ട CH ഖാലിദ് സാഹിബ്. ഇത് ട്രഷറർ അബ്ദുൽ കലാം കാരാടൻ. പിന്നെ ഞങ്ങൾ ജനറൽ സെക്രട്ടറി ഇന്ന് കല്യാണം കുറച്ച് തിരക്കായിട്ട് വന്നിട്ടില്ല. ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീണ്ട 23 വർഷക്കാലം ഞങ്ങളെ പ്രിയപ്പെട്ട പ്രസിഡന്റാണോ അപ്പോൾ നീണ്ട 23 വർഷക്കാലം തിരുവങ്ങാടിയിൽ നടന്ന ആ അതേ കാലഘട്ടത്തിലുള്ള ഒരു പഞ്ചിങ് 13 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടത്തി നോക്കിയപ്പോഴാണ് മലപ്പുറം ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾ തിരൂരങ്ങാടി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം കളി തുടങ്ങി 10 ദിവസമേ ഇതുവരെ ആയിട്ടുള്ളൂ. 3 ദിവസം ഞങ്ങൾ ടിക്കറ്റ് ബന്ദ് ചെയ്തു. 9 മണിക്ക് തുടങ്ങേണ്ട കളി 8:40 മുമ്പ് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ സെവൻസ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തിരൂരങ്ങാടി പുതിയ ചരിത്രം രേഖപ്പെടുത്താൻ പോവുകയാണ്. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം തിരുവങ്ങാടിയിലെ കായിക വികസനത്തിനും അതേപോലെ തന്നെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും നാട്ടിലെ പൊതുവായി വരുന്ന ചാരിറ്റിക്കും മുനിസിപ്പൽ ചെയർമാൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ്. ഇത് ലെവല് വേറെ ഒരു തലത്തിലേക്ക് തിരുവങ്ങാടി മാറിയിട്ടുണ്ട്. കാണികളായാലും ഏറ്റവും കൂടുതൽ അച്ചടക്കം പാലിക്കുന്ന കാണികളാണ് ഇവിടെ ഗ്രൗണ്ടിൽ വരുന്നത്. 10 കളിയിൽ 5 കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലെയാണ് വിധി നിർണ്ണയിച്ചത്. ആ വിധി നിർണ്ണയിക്കുന്ന സമയത്ത് ഒരു കാണി പോലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞപ്പോഴും വളരെ അച്ചടക്കം പാലിക്കുന്ന കാണികളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും മലപ്പുറം ജില്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അതിൻ്റെ ഇരട്ടി തിരൂരങ്ങാടിയും ഫുട്ബോളുമായി അതിൻ്റെ നല്ല ഫുട്ബോൾ ജ്വരം ഇപ്പോഴും തിരുവങ്ങാടിയിലുണ്ട്. ഇത് തുടർന്ന് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കളി തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ ഈ സ്ട്രീം ലൈവായിട്ട് ഞങ്ങൾ ഒരു നിഷ്കർഷതയും പാലിക്കാതെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ലൈവ് കളി പുറത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് വീട്ടമ്മമാരടക്കം വീടിരുന്നു കൊണ്ട് കളി കാണുന്നുണ്ട് എന്ന വളരെ സന്തോഷകരമായ ന്യൂസുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തപ്പോൾ ഗ്രൗണ്ടിൽ ഉള്ളതിനേക്കാൾ അധികം കാണികൾ പുറത്തുണ്ടെന്ന് അറിഞ്ഞേക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഏകദേശം കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ക്രീന് ഞങ്ങൾ തരപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു സംവിധാനം കൂടി ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും. 10 സ്റ്റെപ്പ് ഗാലറി ആയിരുന്നു ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അതെ, 4-ാമത്തെ ദിവസം മുതൽ അത് 12 സ്റ്റെപ്പ് ഹൈറ്റ് കൂട്ടി ഞങ്ങൾ കൂട്ടി. താഴെ നമ്മളിരിക്കുന്ന ഈ സ്റ്റെപ്പ്, ഈ ബെഞ്ച് വീണ്ടും ഈ ബെഞ്ച് ഇത് 5-ാമത്തെ ദിവസം ഗ്രൗണ്ട് മുഴുവനായിട്ട് കാർപ്പറ്റുകൾ വിരിച്ചു. മുഴുവൻ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിലൊക്കെ ഞങ്ങളുമായി സഹകരിക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന പ്രിയപ്പെട്ട കാണികളോടാണ്. അവരുടെ ക്ഷമ ആണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം. ടിക്കറ്റ് കിട്ടാതെ വന്നാലും ഞങ്ങളെ ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ഫുട്ബോൾ പ്രേമികൾക്ക് ഞങ്ങളോട് വലിയൊരു സ്ക്രീന് പുറത്ത് വെക്കാനുള്ളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് ഞങ്ങളത് വെക്കും. തിരങ്ങാടിക്കാർക്ക് കേവലം ഇത് ഒരൊറ്റ ഉത്സവമല്ല, ഒരു മാസം നീണ്ടിരിക്കുന്ന സംഭവമാണല്ലോ. അതെ, തിരൂരങ്ങാടിക്കാർക്ക് തിരിച്ചു കിട്ടാനാവാത്ത ഒരു സംഭവം ഞങ്ങളെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളിൽ ഞങ്ങൾ ഇന്ന് അഭിമാനിക്കുന്നുണ്ട്. ഇതിൽ വലിയൊരു എന്താ വെച്ചാൽ ഒരു പൊതു ഇടം, പല
കാരണത്താലും മുടങ്ങിയെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ ടൂർണമെന്റ് കാണാൻ വേണ്ടി രാത്രി ആൾക്കാർ വരുന്നുണ്ട്, അവർ കണ്ടു പോകുന്നല്ലാതെ ഇവിടെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. തീർച്ചയായിട്ടും ഗ്രൗണ്ട് മാനേജ്മെന്റ് എന്നൊരു ടീമുണ്ട്. ഒരു വെയിലത്ത് രാവിലെ മുതൽ 4 മണി വരെ പണിയെടുത്തതിന്റെ റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ ഈ കാണാൻ സാധിക്കുന്നത്. ഈ ടൂർണമെന്റിന്റെ ഒന്നാമത്തെ ദിവസം ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം? ഇപ്പോൾ സാധാരണ ഒരു അഖിലേന്ത്യാ സെവൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ആദ്യത്തെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഗാലറി ഫുൾ ആവുക എന്നുള്ളൊരു സിസ്റ്റം. അറിഞ്ഞു തുടങ്ങാൻ പിന്നെ ടീമുകളൊക്കെ ഇങ്ങനെ വരും, പിന്നീട് ലാസ്റ്റ് കാണാം അതായത് ക്വാർട്ടർ സെമി ആകുമ്പോഴേക്കാണ് ആള് കൂടുതൽ ഫുള്ളാവുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരങ്ങാടിയിൽ ആദ്യത്തെ ഉദ്ഘാടന മത്സരം തന്നെ ഗാലറി ഫുള്ളാണ്. ചരിത്രം അതായത് പിന്നെ അഖിലേന്ത്യാ പിന്നെ പ്രസിഡന്റ് ലെനിൻ സാർ ഇവിടെ വന്ന സമയത്ത് ലെനിൻ സാർ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഉദ്ഘാടന മത്സരത്തിൽ ഗാലറി ഫുള്ളായിട്ട് റാഫി, ഇന്ത്യൻ പ്ലെയർ റാഫി എന്ന് ഉദ്ഘാടനത്തിൽ ആള് ഇത് പറഞ്ഞു. ആള് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സെമിയിലും ഫൈനലിലൊക്കെ നല്ല ആളുകൾ വരും, പക്ഷെ ഉദ്ഘാടനം ഫസ്റ്റ് ഡേ അതാണ് റെക്കോർഡ്. ഞങ്ങൾ പിന്നെ വേറെ സംഗതി കൂടി ഉണ്ട്, ഇത് എടുത്തു പറയേണ്ട ഒരു സംഗതി നമ്മൾ നിലനിർത്തും. അല്ല, എടുത്തു പറയേണ്ട ഒരു സംഗതി ഉണ്ട്. ഇതിന്റെ ഒരു വിജയത്തിന്റെ ഒക്കെ പിന്നെ ഉണ്ടല്ലോ, ഈ വന്ന കാണികളില്ലേ എക്സ്ട്രാ ഡീസന്റ്, നമ്മൾ ഒരു അനുഭവമില്ലാത്ത ടീമാണ്. അതായത് ആവേശമുണ്ട്, പക്ഷെ ആവേശം. അതായത് നമ്മളൊന്നാണ് കയറിയിരിക്കും മേലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ലക്ഷം പറയാതെ പോലും മേലെ കയറിയിരിക്കും. ഇന്നലെ കളിയില്ലായിരുന്നു, കളിയില്ലാത്തൊരു ദിവസമായിരുന്നു. എന്നിട്ട് ഇവിടെ ആളുകൾ വന്ന് ഇങ്ങനെ കറങ്ങി ഒന്ന് പോയി. പെണ്ണുങ്ങൾക്ക് ഈ സംഭവം കാണാൻ വേണ്ടി വല്ല ഒരു പ്രത്യേക ഉദ്ഘാടന മത്സരത്തിന്റെ അന്ന് ഈ ഏരിയ ഒരു പ്രത്യേക ഏരിയ കുറച്ച് എണ്ണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ കൂടി അത് മുന്നത്തുള്ള കളിയിലും ആ ഉള്ളിൽ ആ ചെയറിൽ നമ്മളെ പ്രത്യേക ഇനിയിപ്പോ നമ്മളെ പ്ലാന് റിക്വസ്റ്റ് പരിഗണിച്ച് അടുത്ത തവണയിലേക്ക് നമ്മളൊരു ഭാഗം പ്ലാനിങ് ഉണ്ട്. ഓക്കെ, സ്ത്രീകൾക്ക് മാത്രം എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ട് ആ ഏരിയ മൊത്തം അവിടെ നമ്മൾ വളണ്ടിയേഴ്സിനെയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ലേഡീസിനെ തന്നെ ഏൽപ്പിക്കും. ഓല് കൈകാര്യം ചെയ്യാം. ഒരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ടാവും, ലേഡീസിന്റെ ടിക്കറ്റ് കൗണ്ടർ. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ തിരങ്ങാടി ഒന്നും പറയാനില്ല, സെവൻസിന്റെ ചരിത്രമായിട്ട് മാറും. ഇത് ലെവല് വേറെ. വയസ്സായ ആൾക്കാരെ ചെറുപ്പക്കാരെ നമുക്ക് ഏറ്റവും അഭിമാനമുള്ള സംഗതി തിരങ്ങാടിക്കാരനാണ് ഈ അഖിലേന്ത്യാ സെവൻസിന്റെ ട്രഷറർ 7 വർഷമായിട്ട് അപ്പോൾ മൂപ്പര് നമ്മളെ കമ്മിറ്റിയിലുള്ള ഒരാളാണ്. അപ്പോൾ മൂപ്പര് മുഖാന്തരം നമുക്ക് വളരെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് മൂപ്പര് നമുക്ക് ഈ ഒരു ഡേറ്റ് ഈ ഒരു ഡിസംബർ ജനുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പീക്ക് സീസൺ, അതായത് ക്രിസ്മസ് വെക്കേഷന്, അതേപോലെ അങ്ങനെയുള്ള ഒരു നല്ലൊരു സീസണാണ് ഇതിൻ്റെ. അതായത് ഇത് ഫെബ്രുവരിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർച്ച് എക്സാം വന്ന് പരീക്ഷകൾ വന്ന്, അപ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്ന് ഈ സ്റ്റഡി ലീവ് കാര്യങ്ങളൊക്കെ, അതൊന്നും ഇല്ലാത്ത നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് ഈ അംസാക്ക എന്നുള്ള ഒരാളെ ഒറ്റ പ്രയത്നം കൊണ്ടാണ്. ഗ്രൗണ്ടിൽ ഓൾവേസ് 2 ഡോക്ടേഴ്സ് ഉണ്ടാവും, 2 മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവും, പിന്നെ അസിസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ ഉണ്ടാവും. ആംബുലൻസ് ഫുൾ ടൈം അവിടെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റിയ സംവിധാനത്തിൽ ആംബുലൻസ് പുറത്തുണ്ടാവും. ഫുൾ ഫെസിലിറ്റി ഇവിടെ സംഭവമുണ്ട്. ഡോക്ടേഴ്സ് സംഭവിച്ചാലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പുറത്തന്നെ MKG ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടുത്തെ സ്റ്റാഫുകളാണ് ഇവിടെ ഉണ്ടാവില്ലേ. ഇവിടെ ഉണ്ടാവും 2 ഡോക്ടേഴ്സ്. അങ്ങനെ ഫൗള് കളിക്കരുതെന്ന് തന്നെ പറഞ്ഞു. തിരങ്ങാടി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന്റെ ഏറ്റിലാണ്, ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണുമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടെ കളി കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ പ്രവാസികളായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഈ ടൂർണമെന്റിൽ? പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഞങ്ങൾക്ക് 2 വാട്സപ്പ്. അതിൽ 2ലും ഏകദേശം ഫുള്ളാണ്, 1000 സംതിങ് ആളാണ്. അതിൽ ഭൂരിഭാഗം ആളുകളും പ്രവാസികളാണ്. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കളി തുടങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നായിട്ട് അതിൽ ലിങ്ക് പോകും. ഇന്നത്തെ മാച്ച് ലൈവ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് പോകും. അതായത് അത് തലേന്ന് പോകും, നാളത്തെ മത്സരം എന്നുള്ളത് തലേന്ന് പോകും. അതേപോലെ കളി തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ട് ഈ ലൈവ് ലിങ്ക് പോകും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് മത്സരം നേരിട്ട് വീക്ഷിച്ച് നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റും. ഈ ടൂർണമെന്റിൽ ഇവിടെ ഏറ്റവും അവസാനം നടന്ന ടൂർണമെന്റിനെ അപേക്ഷിച്ചിട്ട് എന്തൊക്കെ വെറൈറ്റികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്? അതായത് ഒന്ന് വെറും LED പറഞ്ഞാൽ പോരാ. അതായത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടീം വരുമ്പോഴില്ലേ, ടീമിന്റെ ഓരോരുത്തരുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അപ്പം ഇവിടേക്ക് കൊടുക്കും, മൈക്ക് പോയിന്റിൽ കൊടുക്കും. ഓരോ പ്ലേയേഴ്സിന്റെയും പേര് വെച്ചിട്ട്. അപ്പോൾ ഗോൾ സ്കോർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലത്തീഫാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലത്തീഫിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അതിൽ വരും. ആരെ ഗോൾ സ്കോർ ചെയ്തത് മഞ്ഞക്കാട് കാട്ടിയതും അതിൽ വരും. എന്താണെന്ന് വെച്ചാൽ ആ വന്ന സമയത്ത് എല്ലാവരും ഫോട്ടോ എടുത്ത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞല്ലോ ആരൊക്കെ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഒരു വിജയിക്കും അറിയില്ലേ. അതാണ് ഇന്നത്തെ. അതായത് അതാണ് നടന്നുകൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ വളണ്ടിയേഴ്സിന് ആരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുവിധ ആളുകൾ ക്യാപ്റ്റന്മാരുടെ കയ്യിലൊക്കെ വാക്കി ടോക്കി ഉണ്ടാവും. ട്രാഫിക് നിയന്ത്രിക്കുന്ന നമ്മൾ വാക്കി ടോക്കി ഉപയോഗിച്ചിട്ടാ. അതുപോലെ തേർഡ് അമ്പയറുടെ കയ്യിൽ വാക്കി ടോക്കിയാണ്, ആര് സ്കോർ ചെയ്തു, അതുപോലെ ആർക്ക് യെല്ലോ കാർഡ് കിട്ടി, ആ ജേഴ്സി നമ്പർ അവിടെ പറഞ്ഞു കൊടുക്കും. അതേപോലെ കളി പ്ലേയേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇന്ന ആൾ ഇന്ന ആൾ ഔട്ട്, ഒരാൾ കയറുന്ന ഒരാൾ പുറത്തെടുക്കും. അതുപോലെ നമ്മൾ വാക്കി ടോക്കി ഉപയോഗിച്ചിട്ട് ഈ മൈക്ക് പോയിന്റിൽ വെക്കും, അവരവിടെ സ്ക്രീനിൽ വരും. അതുപോലെ അഡീഷണൽ ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ടെക്നോളജി വെച്ചിട്ട് പരിധി ഇല്ലാത്ത ഒരു
ടീം വർക്ക്. ഇവിടെ കളി കാണാൻ വരുന്ന ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ എട്ടരക്കല് കളി ഇവിടെ 8:30 കളി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പെരേന്ന് 6 മണിക്ക് ഇറങ്ങണമല്ലേ. ഇവിടെ ഒന്ന് കാലൊരു സ്ഥലം കിട്ടൂല. ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് ഇവിടെ എന്താ എനിക്ക് ഇവിടെ ഇരിക്കാനും സ്ഥലം കിട്ടിയില്ല. ഇതും നിന്നുകൊണ്ടാണ് കളി ഉണ്ടായി. പിന്നെ ഇവിടെ വണ്ടി വെക്കാനുള്ള ഫുള്ള് സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റി എന്താ പറയണ്ടത്? നമ്മൾ ഏകദേശം 10ഓളം പാർക്കിംഗ് ഏരിയകൾ ഇതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ എന്തായി കംപ്ലീറ്റ് ആയി. അത് ചന്തപ്പടി ഇട്ടിട്ട് ഇവിടെ വരെ സൈഡ് മൊത്തം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളെ വളണ്ടിയേഴ്സ്, കുട്ടികള് എല്ലായിടത്തും 10 ട്രോമ കെയർ ഉണ്ട്. അതുപോലെ നമ്മളെ കുട്ടികൾ 150ഓളം വളണ്ടിയേഴ്സ് ട്രാഫിക് നിയന്ത്രിക്കണം. അത് ഒരു ബ്ലോക്കും കൂടി ഇല്ലാതെ എത്ര 10,000 വന്നിട്ട് 10-15 മിനിറ്റ് കൊണ്ട് അത് ഡിവൈഎസ്പി പ്രത്യേകം കളി തീർന്നതിന്റെ ഒരു 4 മിനിറ്റ് മുമ്പ് ഞാൻ മുങ്ങി. എന്താ സംഭവം തന്നെ എനിക്കറിയാം. കളി തീർന്നു കഴിഞ്ഞാല് ജനപ്രവാഹവും മാത്രമല്ല ബൈക്കൊന്നും എടുക്കാറ്റില്ല. സംഭവം ഇതിന്റെ കളിന്റെ കൂടെ ഇതിന്റെ പുറത്തുള്ളൊരു വിഷയം കൂടെ രാത്രി കാണേണ്ടതാണ്. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അതായത് ഡിവൈഎസ്പി ബെന്നി സാർ, അതേപോലെ നമ്മളെ CI പിന്നെ ശ്രീനിവാസൻ സാർ, ഇവർ രണ്ടുപേരും കമ്മിറ്റിനെ പ്രത്യേകം വിളിച്ച് അഭിനന്ദനം അറിയിച്ചതാണ് ഈ ട്രാഫിക്കിന്റെ കാര്യം. ഇത്രയും നല്ല ആളുകൾ വന്നിട്ട് ബ്ലോക്ക് വരുന്ന ആളുകളും കൂടി മര്യാദക്കാരായതുകൊണ്ടാട്ടോ. അവര് മെയിൻ കാരണം. പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ വേറൊരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി ഉണ്ട്. മുൻ സന്തോഷ് ട്രോഫി താരം ഉസ്മാൻ പി. ഇവിടെ അടുത്ത് തന്നെയാണ്. അവര് കുട്ടികൾക്കുള്ള ക്യാമ്പുകളൊക്കെ അതും കൊടുക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള. ഞങ്ങളെ കൂടെ കളിക്കുന്നുണ്ട്, ഞങ്ങളെ ഗ്രൂപ്പിലുണ്ട്, TSN ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്ന ഒരു ടീം ഇവിടുന്ന് തോറ്റിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര നഷ്ടമായിട്ടാണ് വരുന്നത്. കാരണം ഇന്ന് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന അഖിലേന്ത്യയിൽ ഏറ്റവും നല്ല മികച്ച ഗ്രൗണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്ന് കളിയിലെ നിരാശപ്പെട്ട് പോയ ടീമിന് അവർ ആ നിരാശ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാത്തിക്കണം. കാരണം ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ഗ്രൗണ്ട് ഇത് 2 ലക്ഷം രൂപ പോലെ ഞങ്ങൾ ചിലവായി. ഇതിപ്പോൾ ഇങ്ങനെ മാറ്റി മറിച്ചു ഉയർന്നും ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പൊടി ആക്കിയിട്ട് മണ്ണ് ഇങ്ങോട്ട് ലെവലാക്കി റോളർ വെച്ചിട്ട് മാന്തിയിട്ട് അത് കല്ലും മുള്ളൊക്കെ എടുത്ത് പൊടിച്ചിട്ട് ലെവലാക്കി. പിന്നെ മറ്റേ റോളർ വെച്ചിട്ട് അങ്ങോട്ട് വൃഷ്ടി ഏകദേശം 2 ലക്ഷം രൂപ ഞങ്ങൾ ചിലവായി. പക്ഷേ എല്ലാ പ്ലേയേഴ്സും പറഞ്ഞ് ഇത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഞങ്ങൾ ഇപ്പോൾ തോറ്റ അരീക്കോട് ടീം സ്റ്റുഡിയോ ഒക്കെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് കിട്ടി ഞങ്ങൾ തോറ്റ് വളരെ വിഷമമുണ്ട്. അതായത് കളിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് പ്രീമിയർ ലീഗ് കളിക്കണം, അവർ കളിക്കുന്ന അതായത് ഈ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ പേര്, അതിൽ അയ്യൂബ്, സയ്യിദ്, റഷീദ്, ഷൗക്കത്ത്, ഇരിക്കുന്ന 2 ആൾക്കാർ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നിലാണ് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇക്കോലത്തിലായത്. ഇത് ട്രാക്ക് ഇടാന്ന് പറഞ്ഞ ചില്ലറ സംഗതിയില്ല. അതായത് ഇത് ഞങ്ങൾ റോളറല്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്നിട്ട് പെയിന്റ് അടിക്കും, പൂരം അങ്ങോട്ട് പോകും. കളി കാണാൻ വരുന്ന പല ആൾക്കാർക്കും ഇതിന്റെ വേക്കിലെ കഷ്ടപ്പാട് മനസ്സിലാവണില്ല. ഓല് കളി കണ്ട് പോണെന്നുള്ളൂ. പക്ഷെ ആ കഷ്ടപ്പാടിനെ നിങ്ങളെ മുമ്പിലേക്ക് ഈ വീഡിയോ നമ്മൾ ചെയ്യണത്. കഷ്ടപ്പാട് എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ളത് ഗുണം ഞങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ കളി ഞങ്ങൾ മാറ്റി വെച്ചത്. കാരണം ഇന്നലെ ഫിഫ മഞ്ചേരി B ടീമിനെ അയക്കാന്ന് പറഞ്ഞു. ഞങ്ങള് വേണ്ട ജനങ്ങൾ കളി കാണുമ്പോൾ 60 ഉറുപ്പിക ടിക്കറ്റ് എടുത്തുകൊണ്ട് ഒരാൾ കളി കാണുമ്പോൾ അത് അവർക്ക് മുതലാണ്. മനസ്സ് സാറ്റിസ്ഫാക്ഷൻ. കളി വരെ ഞങ്ങൾ അത് ആവൂലെന്ന് കണ്ടിട്ട് ഇന്നലെ കളി എന്താക്കി മാറ്റി വെച്ചു. പക്ഷെ കളി വേണമെന്ന് വെച്ചിട്ടാണെങ്കിൽ ഓരോ സെക്കൻഡ് ടീം ഇവിടെ ഒന്ന് കളിക്കുമായിരുന്നു. പിന്നെ നമ്മളെ എൻട്രി ഈ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, സീസൺ ടിക്കറ്റിന് എൻട്രി ഇവിടെയാണ്. സീസൺ ടിക്കറ്റ് കോംപ്ലിമെന്ററി. അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഡിജിറ്റലൈസ് എൻട്രി ആണ് അവിടെ. അതായത് പിന്നെ ചിപ്പുള്ള സീസൺ ടിക്കറ്റ് ആണ് ആളുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിപ്പോ അവിടെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോർഡിൽ വരും. പണി കുറഞ്ഞിട്ടി. അതായത് നമ്മള് കാണികൾ വരാൻ പറ്റില്ല. അതായത് പിന്നെ കാണികൾക്ക് എന്താ പറയുക, കാണികൾക്ക് മനസ്സിലായി ഒരുപാട് ലാഭമാണ്. അതായത് അവിടെ ഒരു കാർഡ് അതിനിടയിൽ മാത്രമല്ല അവൻ ആ ടിക്കറ്റ് പുറത്ത് കിട്ടുകൊടുത്ത് രണ്ടാമത് കയറുകയാണെങ്കിൽ ഇവിടെ കാണിക്കും, റെഡ് വരും, എറർ കാണിക്കും. അതാണ് ടൂർണമെന്റിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ ഒരുപാട് ലെജൻസ് ഉണ്ട്. കാണുമ്പോൾ മൊത്തം വയസ്സന്മാരുണ്ട്. പക്ഷേ നല്ലൊരു ലെജൻസ് തീർച്ചയായിട്ടും നല്ലൊരു ടീം വർക്ക് ചെയ്തു. അവനെ സ്റ്റുഡിയോക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, അതുപോലെ സെവൻസിൽ വേറെ ടീമിനെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോച്ചായിട്ടാണ്, നമുക്ക് വലിയ സുഖമില്ല. അവന് ഊരെ പോയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്യാമ്പ് കൊടുക്കുകയാണ്.
അപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ട് ഓനൊക്കെയാണ് നമ്മളെ ഈ ഗ്രൗണ്ടിൻ്റെ ഇതിൽ മാറ്റിമറിക്കാനുള്ള പ്രത്യേക ഒരു അഭിനന്ദനം. ഓനെ അതുപോലെ അയ്യൂബ് ഇതുപോലെ നമ്മുടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഇവിടെ MK സമത് നടത്തിയിരുന്ന കാലത്ത് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കളിച്ചിരുന്ന ആൾക്കാരാണ്. എല്ലാവരും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ള ആൾക്കാരാണ്. ഇതിന് എന്താണ് ഫുട്ബോൾ എന്ന് അറിയുന്ന ആൾക്കാരാണ്, അല്ലാതെ ഇങ്ങനെ കയറി വന്ന ആൾക്കാരല്ല അല്ല. ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം പോകുന്നത് സ്കൂളിൻ്റെ ഇതിലേക്കാണ്. ടൂർണമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ TS AC മിലാൻ അക്കാദമി ഇവിടെ നടത്തുന്ന ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. അത് നമ്മളെ ഗ്രൗണ്ടിൽ നമ്മളതായിട്ട് ഗ്രൗണ്ട് ഉണ്ടാവും. അവർ ടൈപ്പ് ആയിട്ട് അവിടെ വെച്ചിട്ട് AC മിലാനും നമ്മൾ TSയും കൂടി കോർത്തിണക്കിയാണ്ട് ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യാനുള്ള കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ വെക്കേഷൻ സമയത്ത് ചെറിയ കുട്ടികൾക്ക് ഒരു ക്യാമ്പ് കൊടുത്തിരുന്നു. ആ ക്യാമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വലിയ അക്കാദമികളുണ്ട്. നമ്മളെ വെച്ചോട്ട് ഞങ്ങൾ 1.5 വയസ്സായിട്ടുള്ളൂ. ഞങ്ങൾ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. ഈ അന്നാ കൊടുത്ത ക്യാമ്പ് ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അടക്കം, അതായത് അവരെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ചെറിയ 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഈ ഗാലറിയുടെ മേലെ ഇരുന്ന് കാണുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ നേരത്തെ സൈഡിൽ എവിടെ ഇവിടെയൊക്കെ ഓടി ഇറക്കിയായിരുന്നു. ഞങ്ങൾ കാര്യപ്പെട്ട സ്പോൺസറാണ് ഇതാ ആമിയ ഗോൾഡ്, സീനത്ത്, ബ്യൂട്ടി മാർക്ക്, ഇതാ യാറിൻ്റെ വേറെ പ്രത്യേകത കൂടി. ടിക്കറ്റ് 60 രൂപ ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരു ആൾക്ക് അവർ ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ഒരു കൂപ്പൺ പറഞ്ഞാൽ 1000 രൂപേൻ്റെ ഒരു പർച്ചേസിങ്ങിൻ്റെ ഡെയിലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരാൾക്ക് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളെ ടൈറ്റിൽ സ്പോൺസർ പറഞ്ഞിട്ട് വന്നത് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചമ്മാടുള്ള. അപ്പോൾ അവർക്ക് ഈ കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ സാധാരണ നമ്മളൊരു പരസ്യത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും ഞങ്ങൾ ആലോചിക്കട്ടെ, നിങ്ങൾ പിന്നെ വരും കണ്ടു. ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ ചെന്നെ ഞങ്ങളോട് പറഞ്ഞു എത്ര വേണ്ട നിങ്ങൾ ഓക്കെ. അതാണ് നിങ്ങൾ പറഞ്ഞിട്ടാണ് കണക്ക്. കാരണം തിരുനങ്ങാടിയിലെ ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിപ്പില് സ്പോൺസർമാരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇതിന് കടപ്പാടുകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ ഞങ്ങളെ നല്ലവരായ തിരുനങ്ങാടിക്കാരോടാണ്. തിരുനങ്ങാടിക്കാർ എന്തിനും ഞങ്ങളിപ്പം കട്ട സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ടൂർണമെന്റിലൂടെ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ ഈ കളി ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും അവനാന്റെ വീട്ടിലും ഓടിമുടി മൊബൈലിലൊക്കെ ഒരൊറ്റ മാസം എല്ലാവരും കോർത്തിണക്കിയിട്ട് ഒരു കൊടക്കി. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് 2 ദിവസം ഇപ്പൊ 2 ദിവസം കളി ഇല്ലാതായപ്പോ തന്നെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ ആളുകൾ പറയണ്ടേ ഭയങ്കര അസ്വസ്ഥത. ആ നേരം ഒന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടൂർണമെന്റ് കഴിയുമ്പോണ്ടല്ലോ ഒരാഴ്ച വിഷമം തീരെ എടുക്കൂട്ടോ. സത്യം. ഒരു പ്രവാസി ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച അവിടെ സെറ്റ് ആവാൻ സമയം എടുക്കൂലേ, അതേ അവസ്ഥക്കാരൻ. ഇതൊന്നും സെറ്റ് ആയിട്ട് പറഞ്ഞാലോ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് പോയതിനു ശേഷം ഭയങ്കര വിഷമായി എന്നുള്ളത്. ഇതിന്ന് കമ്പറ്റിയുടെ ആളുകൾ ഇപ്പോൾ കലാമാക്ക ഞങ്ങൾ ട്രഷറാണ്, നേരത്തെ ഇവിടെ സംസാരിച്ച് സുബൈറാക്ക് പ്രസിഡന്റ്, മുനീർ കൂർമത്ത് ഞങ്ങൾ സെക്രട്ടറി ഉണ്ട്. ഈ 3 ആളുകളെ കാര്യം ഞങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇവർ 3 ആളുകൾ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചില സമയത്ത് ഞങ്ങളിങ്ങനെ ആലോചിക്കും, ഇവർ വണ്ടി എടുത്ത് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, പക്ഷേ ₹1 നമ്മൾ ഫ്യൂൽ ചാർജ് എന്ന് പറയാണ്ടോ അല്ലെങ്കിൽ ഓല ചെലവ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സംഭാവന. അതുപോലെ തന്നെ ഞങ്ങളെ പേപ്പർ വർക്കിന് വേണ്ടി ഞങ്ങളോട് നല്ല നിലയിൽ സഹകരിച്ച ആളുണ്ട്. ഞങ്ങളൊരു മെമ്പർ തന്നെയാണ്, നൗഷാദ് എന്ന് പറയും. അദ്ദേഹത്തെ നമുക്ക് ഈ പേരെടുത്ത് പറയുന്നേ വേണം. എന്താ നല്ല സഹകരണമാണ് അയാളെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ അസ്കർ എൻ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്കർ എൻ എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 വാക്ക് ഞാൻ പറയട്ടെ. അതായത് അസ്കർ എൻ എം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിരുനങ്ങാടിയിലുള്ള ഒരാളാണ്, പക്ഷേ ഓന് പുറമേക്ക് അങ്ങനെ ഒരു ആക്റ്റീവ് ഇല്ലാത്ത ഒരാളേന്ന്. ഈ ഒരു ടൂർണമെന്റോട് കൂടി തിരുനങ്ങാടിയിലെ ഓരോ മണൽത്തരിക്കും അസ്കർ എൻ എമ്മിനെ അറിയാം. ഒരു 5 മണി വരെ അവിടെ തട്ടിമുട്ടിങ്ങി നിൽക്കും. 5 മണിയായപ്പോൾ എല്ലാവരും ഗ്രൗണ്ടിൽ തന്നെ അല്ലേ വർക്ക് തുടങ്ങുന്നുണ്ട്. കുറെ ആളുകൾ ഇപ്പൊ അസ്കർ അതേപോലെ രാത്രി 10 മണി ഓഫീസ് വർക്കിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ഓഫീസ് വർക്കിലുള്ള ആളുകൾ പിന്നെ മൻസൂറും അസ്കറൊക്കെ പറഞ്ഞ ഓഫീസ് ഡ്യൂട്ടിയാണ്. ഇവിടെ ഓഫീസുണ്ട് നമ്മുടെ തൊട്ട് നേരെ മുന്നിൽ തന്നെ. ഇവർ രാവിലെ തന്നെ ഡ്യൂട്ടി തുടങ്ങും. അതായത് അന്നത്തെ കാര്യങ്ങൾ പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തുടങ്ങും. പോസ്റ്ററുകൾ പോലെ റീൽസ് പോലെയുള്ള ഇവർ രാവിലെ ഓഫീസ് തുറന്ന് അന്ന് വൈകുന്നേരം കളിക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഇവർ ചെയ്യും. കണ്ടമാനം അഖിലേന്ത്യാ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് തുടങ്ങും. പക്ഷേ ഈ തിരങ്ങാടിത്തെ കളിയിട്ടല്ല പേര് കേട്ടുപോയി. ജനങ്ങളെ മുമ്പ് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ചെറിയ ചെക്കന്മാർക്ക് വരെ പക്ക അഭിപ്രായം സക്സസ് ആണ്. അതുക്കും മേലെ നമ്മൾ ഓരോ കളിക്ക് കൊണ്ടുവരുന്ന ഓരോ ക്യാപ്ഷൻ ഉണ്ട്. നമ്മൾ സൂപ്പർ സ്റ്റുഡിയോയുടെ ഒരു കളി ഉണ്ടായിരുന്നു ഇവിടെ. അന്നാണ് റെക്കോർഡ് പിന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അടച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ആണ്. അന്ന് ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരുത്തനെ തോളിൽ കയറി ഇങ്ങനെ നിൽക്കുന്ന വീഡിയോ. ആ വീഡിയോക്ക് നമ്മളൊരു ക്യാപ്ഷനെ കൊടുത്തിരുന്നത് നേരത്തെ വന്ന ഗാലറി നിൽക്കുക അല്ലെങ്കിൽ മറ്റവരെ തോളത്തിരിക്കാൻ. ഈ നട്ടുച്ചക്കത്തെ വെയിൽ വക വെക്കാതെ ടൂർണമെന്റിന്റെ എല്ലാ സെറ്റപ്പും മനസ്സ് തുറന്ന് പറഞ്ഞു തന്ന കമ്മിറ്റിക്ക് നമ്മൾ എല്ലാം നന്ദി അർപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജനങ്ങളെ കാണാൻ വരുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ടൂർണമെന്റിൽ സപ്പോർട്ട് ചെയ്യുക.
സെറ്റല്ലേ? നേരത്തെ വരിക. നേരത്തെ വന്നാൽ തോളത്ത് കയറേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഗാലറിന്റെ മുകളിൽ കയറാം. അതിനാണ് കായ്. ഗ്രൗണ്ട് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കാണിച്ചു തന്നു, ഗാലറിന്റെ സെറ്റപ്പുകൾ കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, കണ്ടമാന ആൾക്കാർ ഈ ഗാലറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം പാടെ ഇടിഞ്ഞ് കൊഴിഞ്ഞ് വികുമോ? അത് ചോദിക്കാനുള്ള കാരണമുണ്ട്. ഗാലറിൻ്റെ അടിയിൽ ക്രോസ് ബാർ ഒന്നും കെട്ടിയിട്ടില്ല. ആ സംശയം തീർക്കാൻ വേണ്ടി പോണേ. അപ്പം മെയിൻ വഴി ഓക്കെ നേരെ ഗാലറിൻ്റെ മുകളിൽ. ഒന്നാമത്തെ സ്റ്റെപ്പ് 1 മീറ്റർ ഹൈറ്റുള്ള സ്ഥിതിക്ക് എന്താ ചെയ്യുക, ഈ സെൻറ്ററിൽ കൊടുത്ത സ്ക്വയർ പൈപ്പിൽ വലതുകാലം ഔട്ടിയാണ്ട് കയറിയാൽ മതി. സ്റ്റെപ്പ് 1 എന്താ 2, 3, 4, 5, 6, 7, 8, 9, 10, 11 മൊത്തം എത്ര സ്റ്റെപ്പാണ്? 12 എണ്ണം. 12 സ്റ്റെപ്പിൻ്റെ ഈ എൻഡിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് തിരൂരങ്ങാടി ടൗണ്. വലിയ ടൗണൊന്നും ആവില്ല, പക്ഷേ ചരിത്രം ഉറങ്ങണ മണ്ണാണ്. അത്ര കേട്ടാൽ മതി. ഇവിടെ എന്താ ലെവല്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റോഡ് കാണാൻ പറ്റും, അപ്പുറത്ത് റോഡ് കാണാൻ പറ്റും, അപ്പുറത്ത് റോഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതാണ് മെയിൻ റോഡ്. സെറ്റ്. ഇതിന്മേൽ നടക്കാനും അതേപോലെ ഇരിക്കാനൊക്കെ എമ്മാതിരി സുഖമാണെന്ന് അറിയോ. ഇപ്പം ഇതുമ്മ കൂടെ നടന്നിട്ടൊക്കെയാണ് ഒരു ഇളക്കില്ല. അപ്പോൾ ആ കാരണം വെച്ച് കണ്ട് ഇതെല്ലാം പാടെ കെട്ടി മറിഞ്ഞ് വീകുന്നുള്ള സംശയത്തിൽ കളി കാണാൻ വരാതിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. എന്താ ലെവല്. ഗ്രൗണ്ടിൻ്റെ ലെങ്ത്തുള്ള 2 ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാ. അവിടെ വരെ പിന്നെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. നമ്മളെ കമ്മിറ്റിക്കാർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അടുത്ത കൊല്ലം ഇതിൻ്റെ ഒരു ഏരിയ 4 ഭാഗം പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് വിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അപ്പോൾ ഇത് കാണുന്ന പെണ്ണുങ്ങൾക്ക് ധൈര്യമായിട്ട് അടുത്ത കൊല്ലം കാണാൻ വേണ്ടി വരാം. അത്ര പറയാനുള്ളൂ. ഇനി ഇറങ്ങട്ടോ. കയറി അതേ സ്പീഡിൽ ഇറങ്ങും വേണം. സംഭവം നേക്ക് എന്ന് പറഞ്ഞാൽ നേക്കല്ലേ, വേറെ ലെവല്. ഇപ്പം പ്രവാസികളെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു. നമ്മൾ പോകട്ടോ, കളമ്പട്ടെ. ഇതാണ് നമ്മളെ കോച്ചുകളെ പേരൊന്ന് പരിചയപ്പെടുത്താൻ. സെയ്ദാദിനാൻ. നിങ്ങളെ പ്രതീക്ഷ ഇവിടുത്തെ കുട്ടികൾക്ക്. നിങ്ങൾ കാരണം തിരുവരങ്ങാടിക്ക് ഒരു അഖിലേന്ത്യൻ്റെ ടീമും വേണം, അതേപോലെ തന്നെ എന്ത് വേണം? ഫോർവേഡ് ഓസിലാണോ റൊണാൾഡിനാണോ ഏതെങ്കിലും ഒന്ന് അത് കേട്ടാൽ മതി. അപ്പോൾ നിങ്ങളെ കണ്ടീഷൻ എന്താണ്? ഒരു 4 കൊല്ലം കൊണ്ട് തിരുവങ്ങാടി ഒരു അഖിലേന്ത്യ ടീമാവും. പോരാത്തതിന് ISLലേക്കും സന്തോഷ് ട്രോഫിയിലേക്കൊക്കെ ഈ തിരങ്ങാടി മലപ്പുറത്തിന് ചരിത്രം ഉറങ്ങണ മണ്ണിന് ഒരുപാട് പ്ലേയേഴ്സിനെ വാർത്തെടുക്കാൻ പറ്റുന്ന ഉറപ്പല്ലേ? എനിക്ക് ആയിരുന്നൂടെ? ഓക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സമയത്ത് നിങ്ങൾ ഒരാളെ മറക്കരുത്, നമ്മളെ പൈസലാക്കാനെ. ഏത് കളി നടക്കണമെങ്കിലും പൈസലാക്കി നിങ്ങളെ സ്ഥാനം നിങ്ങൾക്ക് തന്നെ പോരാ. ഇന്റെ റെക്കമെൻഡ് ഉണ്ടായാൽ മതി. അത് ഏറ്റ് ഇടയ്ക്ക് അടുത്ത വട്ടങ്ങൾ ISL കയറി.